അന്നൊക്കെ ഈ ചില നായിക നടിമാർ ചില സ്റ്റുഡിയോ നിർമ്മാതാക്കളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വലിയ ഗോസിപ്പുകൾ വന്നിരുന്നു. അത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നടിയുടെ മരണം വരെ ആത്മഹത്യയിലേക്ക് പോയതും ഒക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അന്നും അങ്ങനെ ഈ ആൾക്കാരെ ഇവരെ വൈകാരികമായി ചൂഷണം ചെയ്ത് അല്ലെ അവസരങ്ങൾ കൊടുക്കാവുന്ന പ്രലോഭിപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? അത് പറയുന്ന നടിയുടെ മരണം എന്ന് പറഞ്ഞാൽ അത് ഇന്നൊരു ദുരൂഹതയാണ്. അവരെന്തിന് ആത്മഹത്യ ചെയ്തു ആർക്കും അറിയത്തില്ല. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടായിരുന്നു അവർ. അത് ശരി. ഞങ്ങളൊന്നിച്ച് അവൾ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കരിമാരിയമ്മൻ കോലി പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യും. വളരെ നിഷ്കളങ്കമായിട്ടൊരു കുട്ടിയായിരുന്നു. കാരണം അത് വളരെ ചെറുപ്പത്തിൽ ഈ തമിഴ്നാട്ടിൽ വന്ന് ഒരുപാട് സിനിമകളിലൊക്കെ തെലുങ്ക് അതിലൊക്കെ അഭിനയിച്ച് മലയാളം അത്ര വശമല്ല. അവർ മലയാളിയാണ്, തിരുവനന്തപുരത്തുകാരിയാണ്, മലയാളിയാണ്. അപ്പം എന്തു വെച്ചാൽ എന്തോ ഒരു ഗോസിപ്പ് വന്നപ്പം അതിനെപ്പറ്റി ഈ മാധ്യമങ്ങൾ അവരോട് ഓരോന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന മറുപടിയല്ല ഇതിലെഴുതുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സായിരുന്നു പിന്നെ ഒന്ന് കേരളത്തിലുണ്ടായിരുന്നു പ്രമുഖരായി. അപ്പം ഒരു വ്യക്തിയുടെ പടത്തിൽ അഭിനയിച്ചപ്പോൾ അല്പസ്വല്പം സെക്സ് ഇങ്ങനെ കണ്ട് അങ്ങനെ ഇതൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഗോസിപ്പ് വന്ന് അവർ പറഞ്ഞു അത് നിങ്ങളത് ഷൂട്ട് ചെയ്ത് ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു. അത് മറ്റവർ മുതലെടുത്തു. ഇവർ ഈ രണ്ടുപേരും തമ്മിൽ ഇവരെ നോവിച്ചുകൊണ്ടിരുന്നു. കാരണം ആ പ്രൊഡ്യൂസർ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മറുപടി പറയും. അപ്പം അവർ മറുപടി പറയുന്നവർക്ക് ശരിക്കും മലയാളം അറിയാൻ വയ്യ. അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായി. പക്ഷേ അവർ ഈ മരിക്കുന്ന ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആരോ ഒരാൾ ഒരു കപ്പ് ചായ കൊടുത്തു. ആ ചായ കുടിച്ചതിന് ശേഷമാണ് അവർ മരിച്ചതെന്നാണ് പറയുന്നത്. അത് ശരി. അതെന്തോ സംഭവം എന്ന് അറിയാൻ വയ്യ. ചെന്നൈയിൽ വെച്ച്. അതെ, അതൊരു ദുരൂഹതയാണ്. ചേച്ചിയായിട്ട് അതിനു മുമ്പ് എത്ര ദിവസം മുമ്പ് കണ്ടിരുന്നത്? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രംഗാദഹനം അങ്ങനെയുള്ള സിനിമകളൊക്കെ. ഈ മരണത്തിന് കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ, കാരണം ഞാനന്ന് ഏതോ ഒരു സിനിമയുടെ ഞങ്ങളെല്ലാവരും ഞാനും ജയഭാരതിയൊക്കെ ബാംഗ്ലൂരിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് നടക്കുന്നത്. പിന്നെ അവർക്ക് ഒരു ഡയറക്ടറെ ബ്രദറുമായിട്ട് വലിയ തമിഴിലെ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. അവരെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അവർ. വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എതിർപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളിയായ സഹോദരനാണ്. അല്ലല്ല, തമിഴ്. അത് അമ്മയ്ക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എതിർപ്പ്. പക്ഷേ അവര് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഒന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ലങ്കാദഹനത്തിലെ നായികയായിരുന്നു പ്രേം നസീറിന്റെ വിജയശ്രീ ആയിരുന്നു നടി, തിരുവനന്തപുരം സ്വദേശി. പക്ഷെ അന്നേരം ആ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് ആരോ പറഞ്ഞു, അതിനു മുമ്പ് അവർക്കൊരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു. അത് സംസാരിച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അവർ പിന്നെ കേരളത്തിലെന്തോ ഷൂട്ടിങ്ങിന് പോകാനിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവർ അവിടെ ഉണ്ടായിരുന്ന ആരോ ഒന്നിന് ചായ കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് ഇതായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആ ഫോൺ കോൾ ആരായിരുന്നു, എന്തായിരുന്നു സംസാരിച്ച് നമുക്കൊന്നും അറിയില്ല. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു? ഇല്ല. അന്നത്തെ എന്ന് വെച്ചാൽ പിന്നെ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല. അങ്ങനെ പെട്ടെന്നെല്ലാം അങ്ങ് തീർത്തു. ഇന്നത്തെ പോലെ ഇന്നായിരുന്നെങ്കിൽ അത് വലിയൊരു ആഘോഷമായിട്ട്, അതെ ഏതാണെന്നൊക്കെ പറഞ്ഞ് അന്ന് അത്ര ഒരു ഇതില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 74 ഒക്കെയാണ്. അതെ. അതുമല്ല അന്ന് പക്ഷേ ഈ നസീറിന്റെ നായികമാരായിരുന്ന ഷീല, ജയഭാരതി, ആ ഒരു ഗ്രൂപ്പിൽ പക്ഷെ വിജയശ്രീ വന്നപ്പോഴത്തേക്ക് അവസരങ്ങൾ കൂടുതൽ അവർക്കല്ലായിരുന്നു കിട്ടിയത്. വിജയശ്രീക്കായിരുന്നു അല്ലേ? അതെ. അവർക്ക് ഒരുപാട് സിനിമ നസീർ അവരെ സെലക്ട് ചെയ്തിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാണാൻ ഒരു നല്ല ഫിഗറായിരുന്നു, കുറച്ച് സെക്സി ആയിട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കാം.